കണ്യാല മൗല റളിയല്ലാഹു അൻഹു ഹിജ്റ 1356 റജബ് 27 തിങ്കളാഴ്ച സൂഫിവര്യനായ തമ്പലക്കോടൻ സൂഫി മരക്കാർ എന്നവരുടെയും വിശുദ്ധ ഖുർആൻ മനപ്പാഠമുണ്ടായിരുന്ന ഹാഫിളത്തായ ഫാത്തിമയുടെയും മകനായി പട്ടിക്കാടിനടുത്ത കണ്യാലയിലായിരുന്നു അബ്ദുള്ള ഹാജി എന്ന മൗലയുടെ ജനനം. വലിയ സമ്പന്ന തറവാട്ടിലായിരുന്നു മൗലയുടെ പിതാവ് ജനിച്ചത്. നിരവധി മശായിഖന്മാരുമായി ബന്ധമുണ്ടായിരുന്ന മൗലയുടെ പിതാവ് ദൈവിക പ്രീതിയിൽ ജീവിതം നയിച്ച വലിയ മഹാനായിരുന്നു. വഫാത്തിൻ്റെ ആഴ്ചകൾക്ക് മുമ്പ് ഏകാന്തനായി ഒരു റൂമിൽ കഴിച്ചു കൂട്ടിയിരുന്നു. ചെറുപ്പത്തിലെ പിതാവ് വഫാത്തായെങ്കിലും മാതാവ് ഫാത്തിമയിൽ നിന്നാണ് ഖുർആനും മറ്റു പ്രാഥമിക പഠനങ്ങളും മൗല നേടിയെടുത്തത്. ചെറുപ്രായത്തിൽ തന്നെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ശൈലിയായിരുന്നു മൗലയുടേത്. പട്ടിക്കാട് പഠിച്ച് കൊണ്ടിരുന്ന കാലത്ത് രാവിലെ 10 മണി വരെ സ്വന്തം വയലിൽ ജോലി ചെയ്ത് ഉച്ചയ്ക്ക് കുടിക്കാനുള്ള കഞ്ഞിയുമായിട്ടാണ് മൗല ദർസിലെത്തിയിരുന്നത്. 16 വയസ്സുള്ള കാലത്ത് ഒരിക്കൽ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപരിചിതനായ ഒരാൾ കടന്നു വന്നു. സലാം പറഞ്ഞു. കണ്ട മാത്രയിൽ ആഗതനോട് പ്രത്യേക ബഹുമാനം തോന്നി. രണ്ടുപേരും അല്പനേരം സംസാരിച്ചു. യാത്ര പറയും മുമ്പ് ആഗതനായ മനുഷ്യൻ ഖാദിരിയ ത്വരീഖത്തിൻ്റെ ഇജാസത്ത് നൽകുകയും ചെയ്തു. അങ്ങനെയാണ് കണ്യാല മൗല ആത്മീയ ലോകത്തേക്ക് പ്രയാണം ആരംഭിച്ചത്. ആത്മീയ ഗുരുവിനെ തേടി പല മഹാന്മാരുടെ സവിധത്തിലും എത്തിയിരുന്നു. അമ്പംകുന്ന് ബീരാൽ ഔലിയ, വടകര മുഹമ്മദ് അജിത്തങ്ങൾ, ഞണ്ടാടി ഷെയ്ഖ് എന്ന പേരിൽ അറിയപ്പെട്ട ഷെയ്ഖ് അബൂബക്കർ അൽ ഖാദിരി തുടങ്ങിയവരുടെ സദസ്സിൽ സ്ഥിരം സന്ദർശനം നടത്തി. മുത്തുപേട്ട സിയാറത്തിന് ചെന്ന സമയം സ്വപ്നദർശനമുണ്ടായി. നിങ്ങളുടെ ഷെയ്ഖ് വെളിയങ്കോടിനടുത്തുള്ള പ്രായം ചെന്നയാളാണ്. അന്വേഷിച്ച് ഒടുവിൽ ചെന്നെത്തിയത് പാടത്തക്കായിൽ സ്വാലിഹ് മൗലയുടെ സവിധത്തിലായിരുന്നു. അപ്പോഴാണ് മൗല അത്ഭുതപ്പെട്ടത്. കാരണം 16 വയസ്സുള്ളപ്പോൾ പാടത്ത് കൃഷി ചെയ്യുമ്പോൾ കണ്ടുമുട്ടിയ അപരിചിതനായ ഫക്കീർ അത് മുഹമ്മദ് സ്വാലിഹ് മൗലയായിരുന്നു. വെളിയങ്കോട് പാടത്തക്കായിൽ ഷെയ്ഖ് മുഹമ്മദ് സ്വാലിഹ് മൗലയുടെ ആത്മീയ ശിക്ഷണത്തിലാണ് കണ്യാല മൗല പിന്നീട് വളർന്നത്. ബന്ദറിലെ ജലാൽ മൗലയുടെ ഖലീഫയായിരുന്നു സ്വാലിഹ് മൗല. കടായിക്കൽ മൊയ്തീൻ കുട്ടി ഹാജി സ്വാലിഹ് മൗലയുടെ സുഹൃത്തും ജലാൽ മൗലയുടെ ഖലീഫയുമായിരുന്നു. ഖാദിരി, റിഫാഴി, ചിശ്തി, സുഹ്റവർദി ത്വരീഖത്തുകളിലൂടെ 10,000-ങ്ങളെ തർബിയത്ത് ചെയ്ത കണ്യാല മൗലയിൽ ഒരു ഷെയ്ഖിനുണ്ടാകേണ്ട എല്ലാ ഗുണഗണങ്ങളും ഉണ്ടായിരുന്നു. വഫാത്ത് മുൻകൂട്ടി അറിഞ്ഞ മൗല നാട്ടിലും കുടുംബത്തിലുമുള്ള പ്രധാനികളായ ചിലരെ വിളിച്ച്
സ്വന്തം ചിലവിൽ നിർമ്മിച്ച മസ്ജിദിൻ്റെ പടിഞ്ഞാറു ഭാഗത്ത് തൻ്റെ ഖബറിനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കുകയും പള്ളിയും പരിസരവും വൃത്തിയാക്കുകയും ചെയ്തിരുന്നു. ലക്ഷക്കണക്കിന് മുരീദുമാരെ തർബിയത്ത് ചെയ്ത കണ്യാല മൗല ഹിജ്റ 1425 റജബ് 10 വെള്ളിയാഴ്ച നമ്മുടെ കൺമുന്നിൽ നിന്നും മറഞ്ഞ് ബർസഖിയായ ലോകത്തേക്ക് യാത്രയായി. നാഥൻ അവരുടെ ഖദമിൻ്റെ കീഴിലായി നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ.